നമസ്കാരം. സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ അർജുന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. വർഗീയ അധിക്ഷേപവും നടക്കുന്നതായി പരാതിയിൽ പറയുന്നു. അർജുന്റെ കുടുംബം ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം രൂക്ഷമായത്. സഹിക്കാനാകാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്ന് അഞ്ജു നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം അർജുന്റെ കുടുംബത്തിനെതിരെയുള്ള സമൂഹമാധ്യമ ആക്ഷേപം അവസാനിപ്പിക്കണമെന്ന് മനാഫ് ആവശ്യപ്പെട്ടു. അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണമെന്നും അവർക്ക് പ്രയാസമുണ്ടാക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വൈകാരികമായി സംസാരിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് വണ്ടിക്ക് അർജുന്റെ പേര് നൽകുമെന്ന് പറഞ്ഞത്. കുടുംബത്തിന് താല്പര്യമില്ലെങ്കിൽ തന്റെ വാഹനത്തിന് ആ പേരിടില്ലെന്നും മനാഫ് പറഞ്ഞു. അതേസമയം ഇനി വിവാദത്തിനില്ലെന്നും മനാഫ് പറഞ്ഞു. കാര്യങ്ങളെ വികാരപരമായി സമീപിക്കുന്ന ആളാണ് ഞാൻ. മോശമായി പോയെങ്കിൽ അർജുന്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു. ചെളി വാരിയെറിഞ്ഞ് രാജ്യം കണ്ട ഏറ്റവും വലിയ ദൗത്യത്തിന്റെ മഹത്വം ഇല്ലാതാകരുതെന്നാണ് പറയാനുള്ളതെന്നും മനാഫ് പറഞ്ഞു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ ലോറി ഉടമ മനാഫും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പിയും നാടകം കളിച്ചു എന്നായിരുന്നു അർജുന്റെ കുടുംബം ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചത്. അർജുന്റെ പേരിൽ യൂട്യൂബ് ആരംഭിച്ചുവെന്നും പണപ്പിരിവ് നടത്തിയെന്നും കുടുംബം ആരോപിച്ചു. ഇതോടെയാണ് ആക്രമണം രൂക്ഷമായത്. അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിനെതിരെയാണ് രൂക്ഷമായ ആക്രമണം. രാഷ്ട്രീയ വർഗീയ ലക്ഷ്യങ്ങളാണ് കുടുംബത്തെ കൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിപ്പിക്കുന്നവർക്ക് പിന്നിലെന്നതാണ് പ്രധാനമായി ഉയർന്നു വന്ന ആരോപണം. സംഘപരിവാർ അനുകൂലിയായതുകൊണ്ടാണ് ജിതിൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ചില പ്രചാരണം. അർജുന് 75,000 രൂപ സാലറി ഉണ്ട് എന്നത് ഒരു വ്യക്തി തെറ്റായി പറഞ്ഞു പരത്തിയെന്നും ഇതിൻ്റെ പേരിൽ രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായതെന്നും ഇന്നലെയും കുടുംബം ചൂണ്ടിക്കാട്ടിയിരുന്നു. പല കോണിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നു, ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട. വൈകാരികത ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറണമെന്നുമായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടത്. അർജുൻ്റെ കുട്ടിയെ വളർത്തുമെന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് മനാഫ് പറഞ്ഞത്? മനാഫ് ആണ് ഇതിന് പിന്നിലെന്നും ജിതിൻ ആരോപിച്ചിരുന്നു. ഫണ്ട് പിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ പലരും വീണു പോവുകയാണ്. അർജുൻ നഷ്ടപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പേരിൽ പിച്ച തെണ്ടേണ്ട അവസ്ഥയില്ല. അത് ആ വ്യക്തി മനസ്സിലാക്കണം. സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത്. ഞങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുകയാണ്. അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ. ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിയായി പണം കൊണ്ടുവരികയാണെന്ന് അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയും ആരോപിച്ചിരുന്നു. അതേസമയം വാഹനത്തിൻ്റെ RC സഹോദരൻ്റെ പേരിലാണെങ്കിലും നോക്കി നടത്തുന്നത് എല്ലാവരും ഒരുമിച്ചാണെന്നും മനാഫ് ഇന്ന് വ്യക്തമാക്കിയിരുന്നു. അച്ഛൻ്റെ മരണശേഷം ബിസിനസ് നമ്മൾ 4 സഹോദരന്മാരും ഏറ്റെടുക്കുകയായിരുന്നു. അതിൽ സഹോദരനായ മുബീൻ്റെ പേരിലാണ് വാഹനങ്ങൾ വാങ്ങുന്നത്. കാരണം അവനാണ് യാത്ര ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നത്. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. എൻ്റെ അക്കൗണ്ട് നമ്പർ എല്ലാം വെച്ച് പരിശോധിക്കാം. ഇന്ന് സ്കൂളിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു. അവർ മുൻപ് എനിക്ക് പണം നൽകുന്നുവെന്ന് പറഞ്ഞിരുന്നു. ആ പണം ഞാൻ സ്വീകരിച്ചില്ല. പകരം അത് അർജുൻ്റെ മകന് നൽകാൻ ശ്രമിച്ചു. മകൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചതാണ് ഞാനിപ്പോൾ ചെയ്ത തെറ്റ്. ചില പരിപാടിയിൽ പോകുമ്പോൾ തരുന്ന പണം അർജുൻ്റെ മകന് കൊടുക്കാൻ ആഗ്രഹിച്ചു പോയതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇന്ന് ഞാൻ പരിപാടിക്ക് പോയപ്പോൾ പണം വാങ്ങിയില്ല. അവന് ഭാവിയിൽ ഉപയോഗം ചെയ്യുമെന്ന് കരുതി ചെയ്തതാണ്. മാപ്പ് ചോദിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് അർജുൻ്റെ കുടുംബം എന്ന് കരുതിയ ആളാണ് ഞാൻ. യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ അർജുൻ്റെ ഫോട്ടോ മാറ്റി. കേരളത്തിലെ മാധ്യമപ്രവർത്തകരാണ് അർജുൻ്റെ വിഷയം കൂടുതൽ പുറത്തു കൊണ്ടുവന്നത്. അവർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അർജുനെ തിരിച്ചെത്തിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മനാഫ് ഇന്ന് പറഞ്ഞിരുന്നു.